ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതിനെതിരെ പാലായിലെ CPIM കൗൺസിലർ ബിനു പുളിക്കക്കണ്ടം രംഗത്ത്. ജനങ്ങളെ നേരിടാൻ മടിയുള്ളതുകൊണ്ട് ജോസ് കെ മാണി ഒളിച്ചോടുകയാണ് എന്നാണ് വിമർശനം. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി. ടോബി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആദ്യം പുളിക്കക്കണ്ടത്തിന്റെ പ്രതികരണത്തിലേക്ക്. പാർലമെന്റ് ഇലക്ഷന് പാലാ മുനിസിപ്പാലിറ്റിയിൽ 1500 വോട്ടുകൾക്കാണ് LDF പുറകോട്ട് പോയത്. പാലാ നിയോജക മണ്ഡലത്തിൽ 13,000 വോട്ടുകൾക്കടുത്ത് പുറകോട്ട് പോയി. അങ്ങനെ എല്ലാ രീതിയിലും കേരള കോൺഗ്രസ് വളരെ ശോഷിച്ച ഒരു സാഹചര്യത്തിൽ വീണ്ടും അടുത്ത നിയമസഭാ ഇലക്ഷന് എന്നോടുൾപ്പെടെയുള്ളവരോട് ജോസ് കെ മാണി ചെയ്ത നടപടികൾ ശരിയാണോ എന്ന് പൊതുജനം വിലയിരുത്തുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം അതിന് തയ്യാറാകാതെ രാജ്യസഭയിലേക്ക് പിൻവാതിലൂടെ നോമിനേറ്റഡ് സ്ഥാനത്തേക്ക് മാറിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു തീരുമാനമെടുത്തു. നിയമസഭയിൽ മൃഗീയ ഭൂരിപക്ഷം ഏത് കണക്കെടുത്ത് നോക്കിയാലും അർഹത CPM-നായിരുന്നു. ആ സീറ്റ് പക്ഷേ മുന്നണി മര്യാദയുടെ പേരിൽ അല്ലെങ്കിൽ മുന്നണി രാഷ്ട്രീയ അഭയം കൊടുക്കുന്ന ഒരു കാര്യത്തിൻ്റെ പേരിലാണ് വിട്ടുകൊടുത്തത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ടോബി, ഈ ബിനു പുളിക്കക്കണ്ടം ഈ രൂപത്തിൽ പ്രതികരിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ്? വേണു, കഴിഞ്ഞ കുറേ നാളുകളായി പാലായിൽ CPM-ഉം കേരള കോൺഗ്രസും തമ്മിലുള്ള ഈ തർക്കം തുടരുന്നുണ്ട്. അത് CPM എന്ന് പറയുന്നതിൽ കൂടുതൽ ഈ CPM-ന്റെ ഏക കൗൺസിലറായിട്ടുള്ള ബിനു പുളിക്കക്കണ്ടവുമായി ഒരു നേർക്കുനേർ പോരാട്ടം അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് നമ്മൾ ഒരു വർഷം മുമ്പ് കണ്ട 1.5 വർഷം മുമ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ട് പാലാ നഗരസഭ ഭരിക്കാൻ CPM-ന് ഒരു അവസരം ലഭിച്ചു. അന്ന് ചെയർമാൻ ആകേണ്ടത് ഈ ബിനു പുളിക്കക്കണ്ടമായിരുന്നു. പക്ഷേ ജോസ് കെ മാണിയുമായി കടുത്ത വിയോജിപ്പുള്ള ബിനു പുളിക്കക്കണ്ടത്തെ ചെയർമാൻ ആക്കേണ്ട എന്ന് കേരള കോൺഗ്രസ് കടുംപിടുത്തം പിടിച്ചു. അങ്ങനെയാണ് ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നത്. ബിനുവിന് ചെയർമാനാകാൻ സാധിച്ചില്ല. അന്ന് മറ്റൊരാളെ ചെയർമാനാക്കുകയായിരുന്നു. സ്വതന്ത്രമായിട്ട് വിജയിച്ച ഒരാളെ ചെയർമാനാക്കി CPM ഭരിക്കുകയായിരുന്നു ഒരു വർഷം. അതിനുശേഷം വലിയ തർക്കങ്ങൾ ഉണ്ടായി. നമ്മൾ കണ്ടതുപോലെ പാലാ നഗരസഭയിൽ തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ജോസ് കെ മാണിക്കെതിരെ വലിയൊരു എതിർപ്പ് ഈ ബിനു പുളിക്കക്കണ്ടത്തിനുണ്ട്. അതേ തുടർന്നാണ് ഒരു കറുത്ത വസ്ത്രം അദ്ദേഹം ധരിച്ചത്. എന്തായാലും ആ ഒരു വസ്ത്രം ഇപ്പോൾ മാറുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ള കാരണം ജോസ് കെ മാണിയോട് ഇനി പോരാടാനില്ല. കാരണം അദ്ദേഹം ഭയന്ന് പിന്മാറുന്ന ഒരാളാണ്. അങ്ങനെ ഭയന്ന് പിന്മാറുന്ന അല്ലെങ്കിൽ ശക്തിയില്ലാത്ത ആയുധമില്ലാത്ത ഒരാൾക്കെതിരെ മത്സരിക്കാൻ താൻ തയ്യാറല്ല. അതുകൊണ്ടാണ് പിൻവാതിലിലൂടെ രാജ്യസഭയിലേക്ക് പോകാൻ ജോസ് കെ മാണി ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളുമായി പോരാട്ടത്തിനില്ല. ജനങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ പാലായിലെ CPM പ്രവർത്തകർക്കടക്കം ജോസ് കെ മാണിയുടെ ഈ നീക്കത്തിന് മുന്നിൽ ഈ വിട്ടുവീഴ്ച ചെയ്യുന്ന അല്ലെങ്കിൽ CPM ഇത്തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിനോട് യോജിക്കാനാവില്ല. പിൻവാതിലിലൂടെയുള്ള നിയമനത്തിനോട് യോജിക്കാനായില്ല. പാലായിൽ നേരിട്ട് മത്സരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ പലപ്പോഴും ഈ കേരള കോൺഗ്രസിന് വേണ്ടിയും ജോസ് കെ മാണിക്ക് വേണ്ടിയും വിട്ടുവീഴ്ച ചെയ്യുന്നതിനോട് CPM അണികൾക്ക് തന്നെ എതിർപ്പുണ്ട് എന്നാണ് CPM-ന്റെ കൗൺസിലർ കൂടിയായ ബിനു പുളിക്കക്കണ്ടം പറയുന്നത്. പലരും അത് തുറന്ന് പറയാത്തത് ഒരു മുന്നണി മര്യാദ മാനിച്ചും പാർട്ടിയുടെ ഒരു അംഗമായി നിൽക്കുന്നത് കൊണ്ടുമാണ് പല ആളുകളും പറയാത്തതെന്നാണ് പറയുന്നത്. എന്തായാലും സംസ്ഥാന തലത്തിൽ കേരള കോൺഗ്രസിന് ഇത്തരത്തിലുള്ള ഒരു സ്ഥാനലബ്ധി ഉണ്ടാകുമ്പോൾ പാലായിൽ അത് മുന്നണിക്കുള്ളിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരുന്ന ദിവസം കൗൺസിൽ ചേരുന്നുണ്ട്. ആ കൗൺസിലിൽ വെള്ളവസ്ത്രം ധരിച്ചായിരിക്കും ബിനു പുളിക്കക്കണ്ടം എത്തുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ജോസ് കെ മാണിക്കെതിരെയുള്ള പോരാട്ടം പാലായിൽ തുടരാൻ തന്നെയാണ് ബിനുവിൻ്റെയും തീരുമാനം. വേണു, ശരി. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.